നമസ്കാരം. നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽക്കേ തന്നെ രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ ഇതൊരു പട്ടി ഷോയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും ശൈലിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോധ്യപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ പട്ടി ഷോ എന്താണെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അയോധ്യയിൽ BJP പരാജയപ്പെട്ടത് ഹിന്ദുക്കൾക്ക് BJPയെ വേണ്ട എന്നുള്ളതാണ് എന്നുള്ള രീതിയിലാണ്. രണ്ടാമത്തത് ഹിന്ദു എന്ന പേരിൽ ഇവിടെ പലരും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു, അക്രമങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവായതിൽ അഭിമാനിക്കുന്നു. ഇതിൽ ഞാൻ എവിടെയാണ് സംഘർഷവും കലാപവും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്? രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹത്തെ ഒറ്റ വാക്കിൽ അപമാനിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ പറയുന്നവന് തിരുത്തേണ്ടി വന്നു. ഇവനെ അവൻ എന്ന് വിളിക്കുന്നതിന്റെ പേരിൽ ആരും ഒന്നും വിചാരിക്കരുത്. ഭൂരിപക്ഷ ജനതയെ, ഇവിടുത്തെ ഭാരതത്തിന്റെ സംസ്കൃതിയെ താങ്ങി നിർത്തുന്ന ഹൈന്ദവ വിഭാഗത്തെ അധിക്ഷേപിച്ച ഒരാളെ ഇതിൽ കൂടുതലൊന്നും അഭിസംബോധന മാന്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അത്രത്തോളം വലിയ ഹീനമായിട്ടുള്ള വാക്കുകളാണ് ഇങ്ങരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അഗ്നിവീർ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികരുടെ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ യുവജനങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ സൈന്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ആ ഒരു സംവിധാനത്തിൽ അതിൽ പരിശീലനത്തിനിടയിലും അതോടൊപ്പം തന്നെ സേനയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന സമയത്തും അഗ്നിവീരന്മാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ, രക്തസാക്ഷിയായി കഴിഞ്ഞാൽ, ഷഹീദായി കഴിഞ്ഞാൽ അവർക്ക് ഒരു ആനുകൂല്യവും അവരുടെ കുടുംബത്തിനും ലഭിക്കില്ല എന്ന് പച്ചക്കള്ളം രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് ഈ പാർലമെന്റിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രസ്താവനകൾ നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആരാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ഉടൻ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പരസ്യമാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ടായി. ഒരു അഗ്നിവീരൻ, ഈ അഗ്നിവീർ വിഭാഗത്തിൽ പെടുന്ന, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിലൂടെ സൈന്യത്തിൽ അംഗമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച്, അവൻ പരിശീലനത്തിനിടയിലോ സേനയിൽ ജോലിക്ക് കയറി അല്ലെങ്കിൽ രാജ്യസേവനം ചെയ്യുന്ന സമയത്തോ ഷഹീദായി കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് 1 കോടി, അവന്റെ കുടുംബത്തിന് 1 കോടി രൂപ സർക്കാരിന്റെ ധനസഹായം, സൈന്യത്തിന്റെ ധനസഹായം ലഭിക്കുമെന്ന് ആണയിട്ട് തെളിവുകൾ സഹിതം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയാണ്. ഇത് പറഞ്ഞ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖത്തിന്റെ ഭാവം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അത് ഇതുപോലെ പച്ചക്കള്ളങ്ങളാണ് ഇവര് രാജ്യത്തുടനീളം എന്താ പറയാ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രചരിപ്പിക്കുന്നതിനിടയിൽ BJP നേതാവായിട്ടുള്ള അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധിയോട് ഒരു പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഒറ്റ വിഷയം മാത്രമാണ്. ഭരണഘടന ഏത് സമയവും ഉയർത്തി കാണിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എന്തിനാണ് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തി കാണിക്കുക? ആർക്ക് നേരെയാണ് ഈ രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുക? ആരെയാണ് ഭയപ്പെടുന്നത്? BJP ആണോ, RSSനെയാണോ, സംഘപരിവാർ സംഘടനകളെയാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെയാണോ ഈ ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുക? അപ്പോൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നതിനിടയിൽ അനുരാഗ് താക്കൂർ ചോദിച്ചത്, ഈ ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ട് എന്ന് താങ്കൾക്ക് അറിയാമോ എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിന് കൂടി ഭരണഘടന ഉയർത്തി കാണിക്കുന്ന സംവിധാനത്തിന്റെ പൊള്ളത്തരവും കള്ളത്തരവും രാഹുൽ ഗാന്ധിയുടെ തകർന്നു. അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ഇങ്ങേര് വായിച്ചിട്ടുമില്ല, ഇങ്ങേർക്ക് അതിന് താല്പര്യവുമില്ല. ഇയാളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു രീതിയിലും ഇങ്ങേർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത്രത്തോളം ദയനീയമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തന സംവിധാനങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മണ്ടൻ ആരാണെന്നുള്ളതിൽ ഉത്തമ ഉദാഹരണമായിട്ട് രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ഇയാളുടെ പ്രവർത്തനമാണ്. അപ്പോ ഈ ഭരണഘടനയിൽ എത്ര പേജുകളുണ്ട് എന്നുള്ള ചോദ്യത്തോടു കൂടി തന്നെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വെടിക്കെട്ട് തീർന്നു എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ